കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. കേരള സർക്കാരിന് വേണ്ടി മന്ത്രി പി പ്രസാദ് മൃതദേഹം ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി റീത്ത് സമർപ്പിച്ചു. അമൽനാഥ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അമൽനാഥ്, നമുക്കറിയാം വളരെയധികം വേദനാജനകമായൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ആ നാട് കടന്നു പോകുന്നത്. കാരണം വിഷുവിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി കുടുംബത്തോടൊപ്പമായിരുന്നു അദ്ദേഹം വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയത് കശ്മീരിലേക്ക്. മകളുടെ മുന്നിൽ വെച്ച് മരണം ഏറ്റുവാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയായിരിക്കും ഇനി സംസ്കാര ചടങ്ങുകൾ, പൊതുദർശനവും തുടങ്ങിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഭദ്ര, ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ രാമചന്ദ്രന്റെ മൃതദേഹം 8 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. എയർ ഇന്ത്യ വിമാനത്തിലാണ് വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ ശ്രീനഗറിൽ നിന്നും ഡൽഹി വഴി കൊച്ചിയിലേക്ക് എത്തും എന്നായിരുന്നു അറിയാൻ സാധിച്ചത്. എന്നാൽ പിന്നീട് ആ റൂട്ട് മാറ്റി ശ്രീനഗറിൽ നിന്നും മുംബൈ വഴിയാണ് കൊച്ചിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മൃതദേഹം ഇത്തരത്തിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ സാഹചര്യത്തിൽ അത് ഏറ്റുവാങ്ങാൻ വേണ്ടി കൃഷിമന്ത്രിയായ പി പ്രസാദും ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ഉമേഷും അവിടെ എത്തിച്ചേർന്നിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി പി പ്രസാദ് റീത്ത് സമർപ്പിക്കുകയും ചെയ്തു. ഈ മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പുറമെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ഒപ്പം തന്നെ ജോർജ് കുര്യൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, MP ഹൈബി ഈഡൻ എന്നിവരും ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന മൃതദേഹം പിന്നീട് റിനെ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. വ്യാഴാഴ്ച റിനെ മെഡിസിറ്റി ആശുപത്രിയിലെ മോർച്ചറിയിൽ ഈ മൃതദേഹം സൂക്ഷിക്കും. കാരണം രാമചന്ദ്രന്റെ സഹോദരൻ വിദേശത്ത് നിന്നും എത്തിച്ചേരേണ്ടതുണ്ട്. നാളെ വൈകുന്നേരത്തോടു കൂടിയാകും അദ്ദേഹം എത്തിച്ചേരുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വെള്ളിയാഴ്ചയാകും മറ്റ് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക. രാവിലെ 7 മണി മുതൽ 9 മണി വരെയുള്ള 2 മണിക്കൂർ ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം മൃതദേഹം ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ 9:30 മുതൽ കർമ്മങ്ങളും മറ്റും നടത്തേണ്ടതുണ്ട്. 9:30 മുതൽ 11:30 വരെ ആകും ഈ കർമ്മങ്ങൾ പൂർത്തീകരിക്കുക. അതിനുശേഷം 12 മണിയോടുകൂടി ഇടപ്പള്ളിയിലെ പൊതു ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ ഒക്കെ തന്നെയും നടക്കുക. ഇന്ന് മൃതദേഹത്തോടൊപ്പം തന്നെ ഈ രാമചന്ദ്രന്റെ ഭാര്യയും 2 മക്കളും ഒപ്പം തന്നെ പേരക്കുട്ടികളും കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരുന്നു. തുടർന്ന് അവർ നേരിട്ട് അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വിവരം അറിഞ്ഞ് മകൻ ബാംഗ്ലൂരിൽ നിന്നും ശ്രീനഗറിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇവരുടെ കൂടെ യാത്രയിലുണ്ടായിരുന്നില്ല. രാമചന്ദ്രനും ഭാര്യയും മകളും 2 പേരക്കുട്ടികളും മാത്രമായിരുന്നു യാത്രയിലുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായി എന്നറിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നും മകൻ ശ്രീനഗറിലേക്ക് പോവുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് യാത്രയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അദ്ദേഹം ശ്രീനഗറിൽ എത്തുകയായിരുന്നു. പിന്നീട് തിരിച്ച് ഇതേ വിമാനത്തിൽ ഇവരുടെ കൂടെ കൊച്ചിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ ഒരു വിവരം അറിഞ്ഞതോടുകൂടി ഈ രാമചന്ദ്രന്റെ ഭാര്യയുടെ ചേച്ചി വഴിയാണ് ഈ ഇടപ്പള്ളിയിലുള്ള അവരൊക്കെ തന്നെയും കുടുംബാംഗങ്ങളും സമീപവാസികളൊക്കെ തന്നെയും ഇത്തരത്തിൽ മരണപ്പെട്ട ഈ ഒരു വിവരം അറിയുന്നത്. അതോടുകൂടി ഇടപ്പള്ളിയിലെ രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. കേരള സർക്കാരിന് വേണ്ടി മന്ത്രി പി പ്രസാദ് മൃതദേഹം ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി റീത്ത് സമർപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ പൊതുദർശനത്തിന് ശേഷം 12 മണിക്ക് ഇടപ്പള്ളി ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക.